കോടിക്കണക്കിന് വർഷങ്ങളോളം നിർത്താതെ ഓടുന്ന ക്ലോക്ക്. അതെ, നൂറ്റാണ്ടുകളും തലമുറകളും കടന്നുപോയാലും കൃത്യതയോടെ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം. നമ്മളത് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവയുടെ ഗുണഫലങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഗൂഗിൾ മാപ്പ് കൃത്യമായ സ്ഥലം കാട്ടിത്തരുന്നതിനും വിമാനങ്ങൾ സഞ്ചരിക്കുന്നതിനുമെല്ലാം സഹായിക്കുന്ന സാറ്റലൈറ്റുകൾക്കുള്ളിലാണ് അതീവ സങ്കീർണമായ ഈ ക്ലോക്ക് പ്രവർത്തിക്കുന്നത്. 36,000 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ വലം വയ്ക്കുന്ന നാവിഗേഷൻ ഉപഗ്രഹങ്ങളിലാണ് അറ്റോമിക് എനർജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം ക്ലോക്കുകൾ ഉള്ളത്. അതീവ സങ്കീർണമായ ഈ ശാസ്ത്രീയ ഉപകരണം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതായിരുന്നു പതിവ്. പക്ഷെ ഇന്ന് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന കാലം കഴിഞ്ഞു. ഇന്ന് ഇന്ത്യ സ്വന്തമായി അറ്റോമിക് ക്ലോക്കുകൾ നിർമ്മിച്ച് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. ഈ നേട്ടത്തിന് പിന്നിലെ കഥ എന്താണ് നമുക്ക് നോക്കാം. നമ്മുടെ വാച്ചുകളിൽ ചെറിയൊരു ക്വാർട്സ് ക്രിസ്റ്റലുകൾ ഉണ്ടാവും. അത് സെക്കൻഡിൽ ആയിരക്കണക്കിന് തവണ വിറയ്ക്കുന്നത് വെച്ചാണ് സമയം കണക്കാക്കുന്നത്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇത് മതിയാകും. പക്ഷെ ആകാശത്തുള്ള ഉപഗ്രഹങ്ങൾക്ക് ഇത്രയും പോരാ. അവിടെ ഒരു ചെറിയ വ്യത്യാസം വന്നാൽ പോലും ലൊക്കേഷൻ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് നമുക്ക് അറ്റോമിക് ക്ലോക്സ് തന്നെ വേണമെന്ന് പറയുന്നത്. അറ്റോമിക് ക്ലോക്സ് പ്രവർത്തിക്കുന്നത് റുബീഡിയം, സീസിയം പോലുള്ള ആറ്റങ്ങളെ ഉപയോഗിച്ചാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു ആറ്റം ഒരു നിശ്ചിത താളത്തിൽ തുടർച്ചയായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചലനങ്ങളുടെ എണ്ണം കൃത്യമായി അളന്നാണ് സമയം നിർണ്ണയിക്കുന്നത്. കോടിക്കണക്കിന് വർഷം കഴിഞ്ഞാലും ഒരു സെക്കൻഡ് പോലും വ്യത്യാസം വരാത്തത്ര കൃത്യത ഇവയ്ക്കുണ്ട്. വെളിച്ചത്തിന്റെ വേഗതയിൽ സിഗ്നലുകൾ അയക്കുന്ന ഉപഗ്രഹങ്ങളിൽ ഓരോ നാനോ സെക്കൻഡ് സമയം തെറ്റിയാൽ പോലും ഭൂമിയിൽ ഏകദേശം 30 സെന്റിമീറ്റർ ലൊക്കേഷൻ പിഴവ് സംഭവിക്കും. അതിനാൽ കൃത്യത അത്രയ്ക്ക് പ്രധാനമാണ്. ലോകത്ത് നാവിഗേഷൻ സിസ്റ്റം എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് അമേരിക്കയുടെ GPS ആണ്. എന്നാൽ ഇന്ത്യക്ക് ഇപ്പോൾ സ്വന്തമായ ഒരു നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. അതാണ് നാവിക്, നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. പൂർണ്ണമായും ഇന്ത്യയുടെ ഉടമസ്ഥതയിൽ ഉള്ളതും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മികച്ച സേവനം നൽകാൻ രൂപകൽപ്പന ചെയ്തതുമായ ഒന്നാണിത്. IRNSS എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ഉപഗ്രഹങ്ങൾ ചേർന്നാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ അഭിമാനമായ നാവിക് സിസ്റ്റം തുടങ്ങിയപ്പോൾ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള റുബീഡിയം അറ്റോമിക് ക്ലോക്കുകളെയാണ് ആശ്രയിച്ചിരുന്നത്. 2016 വിക്ഷേപിച്ച IRNSS 1F ഉപഗ്രഹത്തിലൊക്കെ ഇവയാണ് ഉപയോഗിച്ചത്. പക്ഷെ കാലക്രമേണ ചില പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി. ഈ ഉപഗ്രഹങ്ങളിലെ 3 ക്ലോക്കുകളും ഫെയിൽ ആകാൻ തുടങ്ങി. ഇത് ഇന്ത്യക്ക് മാത്രമുള്ള പ്രശ്നമായിരുന്നില്ല. യൂറോപ്പിന്റെ ഗലീലിയോ നാവിഗേഷൻ സിസ്റ്റത്തിനും സമാനമായ അനുഭവം ഉണ്ടായി. പരിശോധനയിൽ മനസ്സിലായത്, ഭൂമിയിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ ചെറിയ ഷോർട്ട് സർക്യൂട്ടുകളാണ് ഈ ക്ലോക്കുകളുടെ ആയുസ് കുറച്ചതെന്നാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ പഴയ IRNSS 1F ഉപഗ്രഹത്തിലെ ക്ലോക്ക് പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. ഇത് നമ്മളെ ഒരു വലിയ സത്യം ഓർമ്മിപ്പിച്ചു. നാവിഗേഷൻ പോലെയുള്ള നിർണായക സാങ്കേതിക വിദ്യകളിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് എത്ര അപകടകരമാണെന്ന്. അപകടം തിരിച്ചറിഞ്ഞ ISRO ഒരു തീരുമാനമെടുത്തു. ഇനി അറ്റോമിക് ക്ലോക്സ് ഇന്ത്യ തന്നെ നിർമ്മിക്കുമെന്ന്. അങ്ങനെ 2010കളുടെ മധ്യത്തിൽ IRAS, ഇന്ത്യൻ റുബീഡിയം അറ്റോമിക് ഫ്രീക്വൻസി സ്റ്റാൻഡേർഡ് എന്ന പദ്ധതി ആരംഭിച്ചു. ഇതൊരു ചെറിയ കാര്യമല്ല. ബഹിരാകാശത്തെ അങ്ങേ അറ്റത്തെ തണുപ്പിലും ചൂടിലും റേഡിയേഷൻ ഏൽക്കുമ്പോഴും യാതൊരു തകരാറും കൂടാതെ പ്രവർത്തിക്കണം. വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷം 2022-23 കാലഘട്ടത്തിൽ ISRO ഇത് പൂർണ്ണമായി വികസിപ്പിച്ചു. 2023 മെയ് മാസത്തിൽ വിക്ഷേപിച്ച NVS-01 ഉപഗ്രഹത്തിൽ നമ്മൾ ഈ IRAS ഘടിപ്പിച്ചു. ഇത് ഇന്നും വളരെ കൃത്യതയോടെ പ്രവർത്തിക്കുന്നു. ഇനി വരാനിരിക്കുന്ന എല്ലാ NVS സീരീസ് ഉപഗ്രഹങ്ങളിലും ഈ ഇന്ത്യൻ ക്ലോക്കുകൾ തന്നെയായിരിക്കും. അറ്റോമിക് ക്ലോക്സ് മാത്രമല്ല, CSIR NPLന്റെ നേതൃത്വത്തിൽ സീസിയം ഫൗണ്ടൻ ക്ലോക്കുകൾ ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായ സ്റ്റാൻഡേർഡ് ടൈമും നിലനിർത്തുന്നുണ്ട്. 2.8 നാനോ സെക്കൻഡ് മാത്രം വ്യത്യാസത്തിൽ സമയം കൃത്യമായി സൂക്ഷിക്കാൻ ഇന്ന് ഇന്ത്യക്ക് കഴിയുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ശാസ്ത്രീയമായ വളർച്ചയുടെ ലക്ഷണമാണ്. ഒരു കാലത്ത് അന്യരാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം ബഹിരാകാശ സാങ്കേതിക വിദ്യ ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുന്നു. ഇത് വെറുമൊരു നേട്ടമല്ല, ഭാവിയിലേക്കുള്ള നമ്മുടെ വലിയൊരു കുതിപ്പാണ്. സമയത്തെ നിയന്ത്രിക്കാൻ പഠിച്ചതോടെ ബഹിരാകാശത്തും നാവിഗേഷനിലും ഇന്ത്യ ഇനി ആരുടെയും പിന്നിലല്ലെന്ന് തെളിയിച്ചിരിക്കുന്നു.